യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബഹുദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമൃതാദ് വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാം ശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം ഹരി ഓം. എല്ലാവരും കൂടി നമുക്ക് ജപിക്കാം 3 തവണ ഓംകാരം. കൈകോർത്ത് മടിയിൽ വയ്ക്കൂ. നിവർന്നിരുന്ന് കണ്ണടച്ച് മനസ്സും വായും തുറന്ന് ജപിക്കുക. ഇതാ മതിയായില്ല, പോരാ എന്ന് തോന്നിപ്പിക്കരുത്. ഓ ഹരി ഓം തസ്സത്. കാർപ്പണ്യദോഷോപഹതഃ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാദ് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. വിശ്വരൂപ ദർശനം അതിന്റെ ഏതാണ്ട് മധ്യത്തിലാണ് നമ്മൾ. ഭഗവത്ഗീതയിലെ 11-ാം അധ്യായം. കൃഷ്ണന്റെ മുഖത്തിൽ നിന്ന് ഈശ്വര വിഭൂതികൾ എന്തെല്ലാമാണ് എന്ന് ചുരുങ്ങിയ ഒരു വിവരണം ലഭിച്ചതിന് ശേഷം അത് അതേപടിക്ക് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞ് തന്റെ അഭിലാഷം അത് കൃഷ്ണന്റെ മുൻപിൽ വെച്ചപ്പോ ശരി എന്ന് പറഞ്ഞ കൃഷ്ണൻ അത് മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണിച്ചു കൊടുത്തപ്പോ അർജുനൻ അത് കണ്ട് വിവരിക്കുക. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ഞാൻ മുമ്പ് നിങ്ങളുടെ അടുത്ത് പറയുണ്ടായി, ഈ വിശ്വരൂപ ദർശനം ഒരു പ്രത്യേകമാണ്, വിശേഷമാണ്. വരാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞു.
ശരവിസർജനം മാത്രമേ ബാക്കിയുള്ളൂ കുരുക്ഷേത്രത്തിൽ മഹാഭാരത യുദ്ധത്തിൽ. ഇനി ഈ സംസാരം കഴിഞ്ഞങ്ങോട്ട് നിർത്തിയാൽ പിന്നെ ശരവിസർജനം ആരംഭിക്കുകയായി. അങ്ങനെ 11:45 മണിക്കൂറും കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംവാദം നടക്കുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് കൃഷ്ണന്റെ വിശ്വരൂപ ദർശനം ഉണ്ടാവുന്നത്. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കണം. ആ മഹാഭാരത യുദ്ധം നടത്തുന്നതിന് അർജുനന് ഒരു വിധത്തിലുള്ള സംശയവും ഉണ്ടാവരുത്. പ്രത്യേകിച്ചും അത് സംബന്ധിച്ച ഭയമോ പാപമോ, ഞാനിങ്ങനെ ചെയ്തു പോകുമല്ലോ തെറ്റ്, ഇങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വിശ്വരൂപ ദർശനം നടക്കുന്നത്. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. അനാദിമധ്യാന്തം അനന്തവീര്യം, ആദിയും അന്തവും മധ്യവും ഒന്നുമില്ലാതെ അനന്തമായ ഒരു വീര്യത്തോടുകൂടി അനന്തബാഹും, 1, 2, 4, 6, 8, 10 കൈകളല്ല, അസംഖ്യം അനന്തം, എണ്ണിയൊടുക്കാൻ പറ്റാത്തത്ര കൈകൾ. ശശി സൂര്യനേത്രം. നമുക്ക് ഭൂമിയിലിരുന്ന് മേപ്പട്ടേ നോക്കാൻ പറ്റുള്ളൂ, ചോട്ടിലേക്ക് നോക്കാൻ പറ്റില്ല. നോക്കിയാ ഭൂമിയാണല്ലോ കാണുക 6 അടി 4 അടി താഴത്ത്. അപ്പൊ ഭൂമിയിൽ എവിടെ ചെന്ന് നിന്ന് നിങ്ങൾക്ക് നോക്കാനുണ്ടെങ്കിലും അത് മേപ്പട്ടേ നോക്കാൻ പറ്റുള്ളൂ 4 ഭാഗത്തേക്കും. 4 ഭാഗവും മേപ്പുറത്ത് തന്നെയാ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പകൽ സമയത്ത് സൂര്യൻ, പകലല്ലാത്ത സമയത്തോ അനവധി നക്ഷത്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നക്ഷത്രമാണെന്ന് പറയാം ചന്ദ്രൻ. ഈ സൂര്യനും ചന്ദ്രനും വളരെ പ്രധാനമാണ്. പകല് നമുക്ക് ചൂടും വെളിച്ചവും നൽകുന്നതാണ് സൂര്യൻ. രാത്രി ചൂടില്ലാതെ തണുത്ത കിരണങ്ങൾ മാത്രം വിസർജിച്ച് നല്ല പ്രകാശം, ശാന്തശീതളമായ പ്രകാശം നൽകുന്നതാണ് ചന്ദ്രൻ. ഈ 2 എണ്ണം വളരെ പ്രധാനമാണ് ആകാശകോശത്തിൽ. ആ 2 എണ്ണം ശശി സൂര്യ നേത്രം. മനുഷ്യരുടെ മുഖത്തിൽ 2 കണ്ണുകളാണല്ലോ. ആ 2 കണ്ണുകളെ പോലെ സൂര്യനും ചന്ദ്രനും 2 കണ്ണുകളായി. പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം. അങ്ങേ ഞാനിതാ കാണുന്നു. പശ്യാമി ത്വാം, എങ്ങനെ? ദീപ്തഹുതാശവക്ത്രം. മുഖത്തിൽ നിന്ന് ചുട്ടുപഴുത്തിരിക്കുന്ന അഗ്നി ജ്വാലകൾ പുറത്തു വരുന്നത് മാതിരിയാണ് തോന്നുന്നത്. സ്വതേജസ, തന്റെ തേജസ്സിനാൽ, പ്രകാശത്തിനാൽ, പ്രഭയാൽ. വിശ്വമിതം തപന്തം, ഈ ലോകത്തെ മുഴുവൻ തപിപ്പിക്കുകയാണ്, ചുട്ടുപഴിപ്പിക്കുകയാണ് അങ്ങ് ചെയ്യുന്നത്. അതാണല്ലോ നടക്കാൻ പോകുന്നത്. കുരുക്ഷേത്രത്തിലുള്ളവരെല്ലാവരും പരസ്പരം പൊരിഞ്ഞ പോരാണ്. ഒരസ്ത്രം മറ്റൊരസ്ത്രത്തിൽ കൂട്ടിയടിക്കുമ്പോൾ തീപ്പൊരികളും അഗ്നിജ്വാലകളുമാണ് അവിടുന്ന് പുറപ്പെടുക. അപ്പൊ അവിടെ നടക്കാൻ പോകുന്നത് അതിഘോരവും അതിദാരുണവും എല്ലാവിധത്തിലും മനുഷ്യന് വിഷമം രചിക്കുന്നതുമായ ദൃശ്യമാണ് ഇനി അവിടുന്ന് അങ്ങോട്ട് കുരുക്ഷേത്രത്തിലുള്ള ദിവസങ്ങളിലെല്ലാം. പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം സ്വതേജസ വിശ്വമിദം തപന്തം. സാധാരണ ഈശ്വരൻ സംരക്ഷകനാണ്, ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നവനാണ്. ആ പരിപാലനം ചെയ്ത് ആർത്തന്മാർക്ക് അവരുടെ ആർത്തിയെല്ലാം ഒഴിവാക്കി, ദുഃഖികൾക്ക് ദുഃഖം തീർത്ത്, അഭിലഷിക്കുന്നവർക്ക് അഭിലാഷം നിറവേറ്റി, പ്രതീക്ഷ നൽകേണ്ടവർക്ക് ആ പ്രതീക്ഷയും നൽകി, എല്ലാവരെയും അങ്ങനെ മംഗളങ്ങൾ വർഷിച്ച് അനുഗ്രഹിക്കേണ്ടതാണ് ഈശ്വരന്റെ സ്വഭാവം. ഇവിടെ വിശ്വരൂപം കാണണം എന്ന് പറഞ്ഞപ്പോ അതിൽ ആ വിഭൂതിയിൽ കൂടുതൽ നിൽക്കുന്നത് നാശസൂചകമായ കാര്യങ്ങളാണ്, വിനാശക ഭാവങ്ങളാണ്. സ്വതേജസ വിശ്വമിദം തപന്തം. ഈ വിശ്വത്തെ മുഴുവനും തന്റെ തേജസ്സിനാൽ തമിപ്പിക്കുകയാണ് കൃഷ്ണൻ ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെയുണ്ടല്ലോ ചില ഭാവങ്ങൾ. ഈ ലോകത്തിൽ സത്വം, രജസ്, തമസ് എന്ന് പറഞ്ഞ് 3 ഗുണങ്ങളുണ്ട്, പ്രകൃതിയുടെ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളുടെ പ്രകടന വിശേഷങ്ങളും വിലാസങ്ങളുമാണ് ഈ ലോകത്തിൽ കാണുന്നത് മുഴുവൻ. ഈ 3 ഗുണങ്ങളും ഓരോരോ ജീവിയിലും ഓരോരോ വ്യക്തിയിലുമുണ്ട്. കാലത്തെണീറ്റ് ഉറങ്ങുന്നത് വരെ ഉറക്കമടക്കം 3 ഗുണങ്ങളും നമ്മളിൽ ഓരോ ദിവസവും പ്രകടമാകുന്നതാണ്. അതുമാതിരി ഒരു കുടുംബത്തിലുണ്ടാവാം, ഒരു ദേശത്തിനുണ്ടാവാം, ഒരു രാഷ്ട്രത്തിനുണ്ടാവാം, ലോകത്തിനും ഉണ്ടാവാം. അപ്പൊ വ്യക്തിയുമായി ചെറിയ തോതിൽ പരിമിതമായി സത്വരജസ്തമോ ഗുണങ്ങൾ പ്രകടമാകുന്നത് പോലെ ഒരു സമാജത്തെയോ ഒരു രാഷ്ട്രത്തെയോ ബാധിക്കുന്നതായ സത്വരജസ്തമോ ഗുണങ്ങൾ ഉണ്ടാവാം.
അതിൽ സത്വഗുണവൃദ്ധിയുള്ള സമയത്ത് മനുഷ്യരെല്ലാം നല്ലപോലെ പെരുമാറും. അവിടെ ധർമ്മമുണ്ട്, സത്യമുണ്ട്, മര്യാദയുണ്ട്, ശാന്തിയുണ്ട്, സഹകരണം, സഹാനുഭൂതി, എല്ലാ വിധത്തിലുമുള്ള സഹായം, അന്യോന്യത, പാരസ്പര്യം, ഇതൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് അവിടെ രജസ്സും തമസ്സുമാണ് കൂടുതൽ എന്ന് വന്നാലോ ഇതിനൊക്കെ വിപരീത ഭാവങ്ങളാ. ഈ മഹാഭാരത യുദ്ധം ഉണ്ടാവുന്നത് അങ്ങനെ സത്വഗുണം വർദ്ധിച്ചിട്ടുള്ള ഒരു കാലത്തല്ല, രജസ്സും തമസ്സും ഉത്കടമായിരിക്കുന്ന സമയത്താണ്. അതാണ് ഇങ്ങനെ സഹോദരന്മാർ തമ്മിൽ തന്നെ പൊരുതിയത്. രാമായണത്തിലോ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, 3 അമ്മമാരിൽ ജനിച്ച 4 കുട്ടികളാണെങ്കിലും സ്വല്പമെങ്കിലും അവർ തമ്മിൽ മത്സരമില്ല, അന്യോന്യത ധാരാളമുണ്ട് താനും. രാമന് വേണ്ടാത്ത രാജ്യം, രാമന് തിരസ്കരിക്കപ്പെട്ട രാജ്യം എനിക്ക് വേണ്ടാത്തതാണ്, ഞാൻ പോവില്ല അയോധ്യയ്ക്ക്, നന്ദിഗ്രാമത്തിൽ ഇരുന്നേ ഭരിക്കുള്ളൂ, അതും ജ്യേഷ്ഠന്റെ പാതുകൾ സിംഹാസനത്തിൽ വെച്ച് ഞാനൊരു ദാസനായി ഭരണം നടത്തും എന്നാണ് ഭരതൻ പറഞ്ഞത്. ആ സാഹോദര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ സത്വഗുണത്തിന്റെ കാലമായിരുന്നു. ഇപ്പോ ത്രേതായുഗം കഴിഞ്ഞു, ദ്വാപരയുഗത്തിന്റെ അവസാനമാവാറായി. ആ സമയത്തെ സ്ഥിതിയോ രജസ്സും തമസ്സും കണ്ടമാനം ശക്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് സഹോദരന്മാർ തമ്മിൽ തന്നെ വൈരം, തല്ലി അങ്ങോട്ട് നശിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് ഇപ്പം ഉള്ളത്. അങ്ങനെ ഈ ലോകത്തിനും മാറി മാറി സത്വഗുണവും തമോ ഗുണവും സത്വഗുണവും രജോ ഗുണവും വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു സമയത്താണ് സ്വതേജസാ വിശ്വമിതം തപന്തം, ഈ ലോകത്തെ തന്റെ തേജസ്സിനാൽ തപിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു, വീർപ്പ് മുട്ടിക്കുന്നു, നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള രൂപമാണ് ഞാൻ കാണുന്നത്. ഇതിപ്പോ പ്രത്യേകമായി അർജുനൻ കൃഷ്ണനിൽ കാണുന്നതാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ഗുരു ശിഷ്യന് പ്രത്യേകിച്ച് കാണിച്ചു കൊടുത്ത് കാണേണ്ടതാണോ ഈ വിശ്വരൂപം? അതോ നമുക്ക് ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലിരുന്ന് ആലോചിച്ചാൽ നാം ആരാധിക്കുന്ന ഈശ്വരൻ, നാം സ്തുതിക്കുന്ന ഈശ്വരൻ, നാം സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന ഈശ്വരൻ, സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കുന്ന പരമാത്മാ പരബ്രഹ്മം വിശ്വരൂപമാണിതിൻ്റെ എന്ന് നമുക്ക് അന്യഥ മനസ്സിലാക്കാൻ പറ്റുമോ? ഒരു ഗുരു ശിഷ്യന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ പ്രത്യക്ഷമായ ഒരു വിശ്വരൂപ ദർശനം ഇല്ലാതെ എന്ന് ചോദിച്ചാൽ സാധിക്കും എന്നാണ് മറുപടി. ഈ ഭഗവത്ഗീത നടന്നത്, പറഞ്ഞു കൊടുത്തത് എപ്പോഴാ? 5150 വർഷങ്ങൾ മുൻപാണ്. എന്നാൽ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ചരിത്രാതീതമായ എത്രയോ പണ്ട് മുതലേ ഉണ്ട്. ആ വേദങ്ങളിൽപ്പെട്ടതാണ് ഉപനിഷത്ത്. വേദങ്ങളുടെ അന്തിമ സത്യങ്ങൾ പ്രതിപാദിക്കുന്നത് ഉപനിഷത്തുകളിലാണ്. ആ ഉപനിഷത്തുകളിൽ പ്രധാനപ്പെട്ടത് 10. അതിലേറ്റവും വിശേഷപ്പെട്ടത് എന്ന് ഞാൻ പറയും മുണ്ടകോപനിഷത്താണെന്ന്. ആ മുണ്ടകോപനിഷത്തിൽ ശൗനകൻ എന്ന് പറയുന്ന പഴക്കം ചെന്ന പ്രായം ചെന്ന ഗൃഹസ്ഥൻ അങ്കിരസിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്. കുറേ കാലം കർമ്മങ്ങളും യജ്ഞങ്ങളും യാഗങ്ങളും തപസ്സും എല്ലാം പരിശീലിച്ച് ശരീരത്തിന് വാർദ്ധക്യം വന്നു. ഉദ്ദേശിച്ച മാതിരി തീയുടെ മുൻപിൽ ഇരിക്കാനോ ഹോമം ചെയ്യാനോ ഒന്നും പറ്റില്ല. കൈ വിറയ്ക്കണു, ചുണ്ട് വിറയ്ക്കണു, മന്ത്രങ്ങൾ വേണ്ടതുപോലെ ചൊല്ലാൻ വയ്യ. ഇങ്ങനെയുള്ള വിഷമങ്ങളാണ് നമുക്ക് വരുന്നത്. എന്നാൽ അതുവരെ ചെയ്ത യജ്ഞങ്ങളും യാഗങ്ങളും സഫലമായോ? നമ്മൾ ആർക്ക് എന്തു കൊടുത്തോ അവർക്കത് കിട്ടിയോ? അവരാരെങ്കിലും എന്തെങ്കിലും മറുപടി പറയുന്നുണ്ടോ? പ്രതികരണമുണ്ടോ? ഒന്നും ഒട്ടില്ലതാനും. അപ്പൊ ഒരു തരത്തിലുള്ള നിഷ്ഫല ബോധമാണ് മനസ്സിൽ ഉദിക്കുന്നത്. അങ്ങനെ എല്ലാമായി വിഷമം വന്ന് എന്താണ് ഞാൻ ഇന്ദ്രന് കൊടുത്തു, ചന്ദ്രന് കൊടുത്തു, വരുണന് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. കൊടുത്തു എന്ന് പറയണത് ശരി, ഇട്ടതോ അഗ്നിയിലാണ്. അത് കത്തി ചാമ്പലായി വെണ്ണീറായി എന്നുള്ളതും ശരിയാ. ഞാൻ ഉദ്ദേശിച്ചത് അഗ്നിക്ക് കൊടുക്കാനല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇന്ദ്രചന്ദ്രാദികൾക്ക് എത്തിക്കാനാ. അവർക്കത് കിട്ടിയോ? അവർക്ക് സന്തോഷമായോ? അവരെന്നെ അനുഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് ചാരിതാർത്ഥ്യത്തിന് അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരാ മറുപടി പറയുക? ഹോമകുണ്ഡം മറുപടി പറയില്ല. അഗ്നിയാണെങ്കിൽ കെട്ടണഞ്ഞു പോയി കഴിഞ്ഞു. പിന്നെ ആരാ മറുപടി? ചോദിക്കുന്ന മനസ്സിൽ നിന്ന് തന്നെ വേണം മറുപടി കിട്ടാൻ. ആകെ മൊത്തം ഒരു നിരാശയായി. ഈ വേദങ്ങൾ വിധിക്കുന്ന കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നേട്ടം നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് മറുപടി എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നത്. ഇനിയിപ്പോൾ ആരോടാ ചോദിക്കുക ഇത് വിട്ട് വേറെ എന്താ ചെയ്യേണ്ടതെന്ന്? കർമാനുഷ്ഠാനം കൊണ്ട് എനിക്ക് കിട്ടിയത് കർമ്മവൈരാഗ്യം, വിരക്തിയാണ്. കർമ്മങ്ങളോട് വിരക്തി വന്നാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള മാർഗം എന്ത്? ജ്ഞാനം. അതാരാ പറഞ്ഞു തരിക? ആരുമില്ല. ചുറ്റുമുള്ളവരൊക്കെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവരാ, ഒക്കെ ഗൃഹസ്ഥന്മാരാ.
ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്. നിങ്ങളിത് കൂടെ ഗ്രഹിക്കുന്നുണ്ടോ? കൂടെയുള്ളവരാ ഒരേ തോണിയിൽ പോവാണ്. അപ്പൊ ആരോടും ചോദിച്ചതിന് മറുപടി കിട്ടില്ല. അപ്പൊ പിന്നെ എന്താ വഴി? സാധാരണ ഗൃഹസ്ഥന്മാരുടെ ജീവിതവൃത്തി ഉണ്ടല്ലോ, അതല്ലാതെ അത് വിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരുടെ അടുക്കലേക്ക് പോവുക. അങ്ങനെയുള്ളവരാണ് തപോധനന്മാർ, തപോനിഷ്ഠന്മാർ, സന്യാസിമാർ, ജ്ഞാനനിഷ്ഠന്മാർ, തത്വജ്ഞാനികൾ. അങ്ങനെ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കി അങ്കിരസന്റെ അടുത്ത് പോവാണ്. അങ്കിരസന്റെ അടുത്ത് പോയി ചോദിച്ചത് എന്താ? ആദ്യം ഒരു നമസ്കരിച്ചിട്ട് പറയാണ്, കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതീതി. അല്ലേ മഹാപ്രഭോ, എന്റെ മനസ്സിലെ ജിജ്ഞാസ അറിയണം എന്നുള്ളൊരു വിചാരം, എൻക്വയറി, അന്വേഷണം, തിരച്ചിൽ എന്റെ മനസ്സിൽ അങ്കുരിച്ചിട്ടുണ്ട്. എന്തിനെ മനസ്സിലാക്കിയാലാണോ ഈ കാണുന്ന പ്രപഞ്ചം അത്രയും അറിയപ്പെടുക? ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഓടി നടന്ന എല്ലാം എവിടെ എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പൊ എന്തെങ്കിലും ഒന്നുണ്ടാവും ഇവിടെ, മാതൃകാരൂപത്തിൽ, ദൃഷ്ടാന്ത രൂപത്തിൽ. അതിനെ ഞാൻ വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ ലോകത്തിലുള്ളതെല്ലാം അറിയപ്പെടണം എന്നാണ് എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത്. ഒരാളുടെ രക്തം പരിശോധിക്കണമെങ്കിൽ ഉള്ളിടത്തോളം ലിറ്ററായിട്ട് എടുക്കുകയോ ഇല്ല. ഏതാനും cc എടുത്ത് ടെസ്റ്റ് ചെയ്ത് രക്തത്തിന്റെ ഘടന മനസ്സിലാക്കി രോഗാണുക്കൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ആരോഗ്യം എത്രയുണ്ടെന്ന് പറയും. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഒരു മാതൃകാസ്ഥാനമുണ്ടോ? ആ സ്ഥാനത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കി പരിശോധിച്ച് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ ഘടന മുഴുവൻ മനസ്സിലാവത്തക്ക വിധത്തിലുള്ള ഒരു വഴി എനിക്ക് പറഞ്ഞു തരാമോ എന്നൊരു ചോദ്യമാണ്. കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതീതി. എന്തൊന്നു മനസ്സിലാക്കി കഴിഞ്ഞാലാണോ ഈ കാണുന്നത് അത്രയും മനസ്സിലാക്കപ്പെടുക എന്നൊരു ചോദ്യം. അപ്പോഴാണ് അതിന് വഴിയുണ്ട്. അറിയാനുള്ളത് 2 തരത്തിലാണ്, പരാവിദ്യ, അപരാവിദ്യ. അപരാവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? താണത്. പരാവിദ്യ എന്ന് പറഞ്ഞാൽ ഉയർന്നത്, ശ്രേഷ്ഠം. ഒന്ന് അപരം, മറ്റൊന്നോ പരം, ശ്രേഷ്ഠം. ആ അപരവിദ്യയിൽപ്പെട്ടതാണ് എല്ലാം. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും അടക്കം എന്തെല്ലാം നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ അത് മുഴുവനും അപരാവിദ്യയിൽപ്പെട്ടതാണ്. അപ്പൊ പിന്നെ പരാവിദ്യ എന്താ? യയാതു അക്ഷരം അധിഗമ്യതേ. ഈ ലോകത്തിൽ നാശമില്ലാത്ത ഒരു പൊരുളുണ്ട്, അക്ഷരം. ആ അക്ഷരത്തെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത് എന്തോ അത് മാത്രമാണ് പരാവിദ്യ എന്ന് പറഞ്ഞ് പരബ്രഹ്മത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയാണ്, തദേതത് സത്യം യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഃ സഹസ്രശഃ പ്രഭവന്തേ സ്വരൂപാഃ തഥാക്ഷരാത് വിവിധാഃ സൗമ്യഭാവാഃ പ്രജായന്തേ തത്ര ചൈവാപി യന്തി. അർജുനൻ ഇപ്പൊ ചോദിച്ചുവല്ലോ, വിവരിക്കുന്നുണ്ടല്ലോ. ആ വിവരണം മുണ്ടകോപനിഷത്തിലുള്ളതാ. ഇതൊക്കെ കൃഷ്ണനും അർജുനനും പഴയ കാലത്ത് കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഉപനിഷത്ത് സത്യങ്ങൾ തന്നെയാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ യുദ്ധത്തോടൊപ്പിച്ച് അവതരിപ്പിക്കുന്നതും മനസ്സിലാക്കി കൊടുക്കുന്നതും പ്രായോഗികതയോടുകൂടി. സത്യങ്ങളൊക്കെ മുൻപേ ഉണ്ട്, മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും. തദേതത് സത്യം, ഈ പറയുന്ന കാര്യം വളരെ സത്യമാണ്, സത്യസന്ധമാണ്. യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഃ സഹസ്രശഃ പ്രഭവന്തേ സ്വരൂപാഃ. കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് ആയിരക്കണക്കിനും 10,000-കണക്കിനും തീപ്പൊരികൾ, ചെറിയ ചെറിയ അംശങ്ങൾ, സ്പാർക്സ്, അതിങ്ങനെ പുറത്തിങ്ങനെ വരുന്നുണ്ടല്ലോ. ആ വരുന്നതിന് മുഴുവൻ അതേ സ്വരൂപമാണ്. മൂലാഗ്നി എങ്ങനെയോ അതുപോലെ മിന്നിത്തിളങ്ങുന്നത്, ചുടുന്നത്. അങ്ങനെ ഔഷ്ണ്യവും പ്രകാശവും ഒരുപോലെ ഉള്ളതാണ്. തഥാക്ഷരാത് വിവിധാ സൗമ്യഭാവാഃ പ്രജായന്തേ തത്ര ചൈവാപി യന്തി. അങ്ങനെയാണ് ഈ അക്ഷരം എന്ന് പറയുന്ന മൂലപ്പൊരുളിൽ നിന്ന് പല വിധത്തിലുള്ള ഭാവങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പാഞ്ചഭൗതിക സാമഗ്രികൾ, ഇതെല്ലാം തന്നെ പ്രജായന്തേ ജനിക്കുന്നു. തത്ര ചൈവാപി യന്തി, അവിടെ തന്നെ ചെന്ന് അണയുന്നു എന്നിങ്ങനെ പറയാണ്. അഗ്നിർമൂർധാ ചക്ഷുഷീ ചന്ദ്രസൂര്യൗ ദിശശ്രോത്രേ വാഗ്വിവൃതാശ്ച വേദാഃ
വായു പ്രാണോ ഹൃദയം വിശ്വമസ്യ പദ്ഭ്യാം പൃഥിവീ സർവഭൂതാന്തരാത്മാ. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഇതന്നെയല്ലേ അർജുനൻ പറയുന്നതും? അർജുനന് വിശ്വരൂപം കാണിച്ചു തരണം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോ അത് കണ്ടിട്ട് പറയണതാ. അങ്കിരസ് ഒരു പൃച്ഛകനും ഗവേഷകനുമായി ജിജ്ഞാസുവായി വന്ന ശൗനകനെ നോക്കി പറയുന്നതാ. അവിടെ അത് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നതാണ്. ഇവിടെ കൃഷ്ണൻ വിശ്വരൂപം കാട്ടിക്കൊടുത്ത് അർജുനൻ അത് കണ്ടു പറയുന്നതാ. അപ്പൊ വിശ്വരൂപം കാട്ടിക്കൊടുത്തോളണം കണ്ടോളണം എന്നില്ല. ഈ ബ്രഹ്മവിദ്യ വേണ്ടതുപോലെ പരിശീലിക്കാനും പഠിക്കാനും പിന്തുടരാനും പുറപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ഗുരു സമാധാനാന്തരീക്ഷത്തിലിരുന്ന് ഉപദേശിച്ചാൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അഗ്നിർമൂർധാ ചക്ഷുഷീ ചന്ദ്രസൂര്യൗ. അഗ്നിയാണ് മൂർധാവ്. ചക്ഷുഷീ ചന്ദ്രസൂര്യൗ. ചന്ദ്രനും സൂര്യനുമാണ് രണ്ട് കണ്ണുകൾ. ദിശശ്രോത്രേ. എല്ലാ വിധത്തിലുള്ള ദിക്കും ദിശകളും ഉണ്ടല്ലോ, അതാണ് ചെവി. വാഗ്വിവൃതാശ്ച വേദാഃ. അങ്ങനെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള വേദമന്ത്രങ്ങളും സൂക്തങ്ങളും എല്ലാമാണ് വാക്ക്. വായു പ്രാണോ. ഈ വിരാട് പുരുഷന്റെ പ്രാണനാണ് ഈ വായു. ഹൃദയം വിശ്വമസ്യ. ഹൃദയം വിശ്വമസ്യ. അസ്യ ഹൃദയം. ഈ വിരാട് സ്വരൂപി ഉണ്ടല്ലോ, ആ സ്വരൂപിയുടെ ഹൃദയമാണ് ഈ വിശ്വം. പദ്ഭ്യാം പൃഥിവീ. കാലിൽ നിന്ന് പുറപ്പെട്ടതാണ് ഭൂമി. സർവഭൂത അന്തരാത്മാ. എല്ലാ ഭൂതങ്ങളുടെയും അന്തരാത്മാവായി പരിലസിക്കുന്നതാണ് ഈ പരമബ്രഹ്മം, പരമസത്യം. അതിന് നമ്മളൊരു രൂപം കൊടുത്ത് കൽപ്പിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ അഗ്നിർമൂർധാ ചക്ഷുഷീ ചന്ദ്രസൂര്യൗ. കത്തിജ്വലിച്ചിങ്ങനെ ഉയരുന്നുണ്ടല്ലോ, അതേമാതിരിയുള്ള അഗ്നി, അതാണ് ശിരസ്. സൂര്യനും ചന്ദ്രനും രണ്ട് കണ്ണാണ്. കാലിൽ നിന്നാണ് ഭൂമി എന്ന് പറഞ്ഞ് ആ വിരാട് രൂപത്തെ വർണ്ണിച്ചു കൊടുക്കുക. അത് തന്നെയല്ലേ ഇപ്പൊ അർജുനൻ ഇവിടെ പറയുന്നതും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. തസ്മാച്ച ദേവാ ബഹുധാ സംപ്രസൂതാഃ സാധ്യാ മനുഷ്യാഃ പശവോ വയാംസി പ്രാണാപാനൗ വ്രീഹ്യവൗ തപശ്ച ശ്രദ്ധാ സത്യം ബ്രഹ്മചര്യം വിധിശ്ച. ആ വിശ്വരൂപിയിൽ നിന്ന്, വിരാട് രൂപിയിൽ നിന്ന് ഉണ്ടായതാണ് ദേവന്മാർ. പലതരത്തിലുള്ള ദേവന്മാർ ജനിച്ചു. സാധ്യന്മാർ, മനുഷ്യർ, പശുക്കൾ, മൃഗങ്ങൾ, പലതരത്തിലുള്ളതും. യക്ഷ കിന്നര ഗന്ധർവ ചാരണ സാധ്യ എല്ലാ വകുപ്പിലും പെട്ടവർ അവിടുന്ന് ജനിച്ചവരാ. പ്രാണാപാനവും, പ്രാണനും അപാനവും, വ്രീഹിയവൂ നെല്ല്, ബാർലി, തപശ്ച മനുഷ്യൻ ചെയ്യുന്ന തപസ്, ശ്രദ്ധാ സത്യം ബ്രഹ്മചര്യം വിധിശ്ച അതിൽ നിന്നുണ്ടായതാണ് മനുഷ്യനിലുള്ള ശ്രദ്ധ, സത്യം, ബ്രഹ്മചര്യം, ഏറ്റവും വിശേഷപ്പെട്ടതും പലരും കഠിനമെന്ന് വിചാരിക്കുന്നതുമായ തപസ്, വിധിശ്ച പല വിധത്തിലുള്ള വിധികൾ, ഇന്നതേ ചെയ്യാവൂ എന്നുള്ള നിഷ്കർഷകൾ. വിധിയും നിഷേധവും കൂടിച്ചേർന്നതാണ്, ഡൂസ് ആൻഡ് ഡോൺസ് കൂടിച്ചേർന്നതാണ് നമ്മുടെ സദാചാര നിഷ്ഠ മുഴുവനും. അധഃസമുദ്രാഗിരയശ്ച സർവേ അസ്മാത് സ്യന്തന്തെ സിന്ധവഃ സർവരൂപാഃ അധശ്ച സർവാ ഓഷധയോ രസശ്ച യേനൈഷ ഭൂതൈഃ തിഷ്ഠതേ ഹ്യന്തരാത്മാ. അധഃസമുദ്രാഗിരയശ്ച സർവേ. ഈ ഒരൊറ്റ എണ്ണത്തിൽ നിന്നാണ് സമുദ്രം മുഴുവൻ പുറപ്പെട്ടത്, പർവ്വതങ്ങളടക്കം. സർവേ അസ്മാത് സ്യന്തന്തെ സിന്ധവഃ. എത്രയെല്ലാം നദികളുണ്ടോ ആ നദികൾ മുഴുവൻ ആ ഒരൊറ്റെണ്ണത്തിൽ നിന്ന് പുറപ്പെട്ടതാ. ചെടികൾ, രസങ്ങൾ, ഇതെല്ലാം ഭൂതൈസ്തിഷ്ഠതേ അന്തരാത്മാ. അന്തരാത്മാവായിരിക്കുന്ന ഈ സത്യം ഭൗതികമായ പരിവേഷത്തോടുകൂടി, ഭൗതികമായിരിക്കുന്ന ഒരു കവറോടുകൂടി, ഒരു കൂടാരത്തോടുകൂടി എല്ലാവരിലും പരിരസിക്കുന്നത് ഈ ഒരൊറ്റ സത്യമാണ്. ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഃ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ.
മുണ്ടകോപനിഷത്തിലുള്ള ഈ വിവരണം ഞാൻ എന്തിനാ നിങ്ങളോട് വായിച്ചു പറഞ്ഞത് കുറച്ചൊന്ന് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് അർജുനെ പോലെ നമുക്കും വിശ്വരൂപം കണ്ടാലേ പറ്റുള്ളൂ എന്ന്. വിശ്വരൂപം കണ്ടിട്ട് എന്തുണ്ടായി എന്ന് നമ്മളിപ്പോ കാണാൻ പോവാണ്. കാണണമെന്ന് മോഹിച്ച അർജുനൻ കണ്ടിട്ട് പരിഭ്രമിച്ചു വശായി. അയ്യോ ഇതെനിക്ക് കാണാൻ വയ്യേ, പിൻവലിക്കണേന്നായി. ഈ പൊല്ലാപ്പിന് പോണോ? കണ്ടതൊക്കെ കേട്ടതൊക്കെ അങ്ങോട്ട് ഭ്രമിച്ചങ്ങോട്ട് പിന്നാലെ പോവുക. നേരെ മറിച്ച് അങ്കിരസ് പറഞ്ഞു കൊടുക്കുന്ന വിശ്വരൂപ വർണ്ണന കേട്ട് ശൗനകന് ഒരു വിധത്തിലുള്ള കോളളക്കം ഉണ്ടായില്ല. അത് കേട്ട് മനസ്സിലാക്കി ഈ പരബ്രഹ്മത്തിന്റെ അതിവിസ്തൃതമായ പ്രകടനമാണ് ഈ പ്രപഞ്ചം, സ്ഥൂല പ്രകടനമാണ് എന്ന് മനസ്സിലാക്കി സമാധാനിച്ച് അറിവോടുകൂടിയിരുന്ന് തപോധിഷ്ഠനായി തീർന്നു. ഇതാണ് ശൗനകന് വന്നു ചേർന്നത്. അപ്പൊ ഇവിടെ പറയുന്നു അർജുനൻ, ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഃ. ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി, ഒരു ഭാഗത്തുതാ സ്വർഗം. സ്വർഗം അത് നമുക്ക് കാണാവുന്ന ആകാശത്തിനൊക്കെ മീതെയാണ്. പൃഥിവി എന്ന് പറഞ്ഞാൽ ഭൂമി. ഭൂമി വളരെ സ്ഥൂലമാണ്, കട്ടിയായിട്ടുള്ള ഒരു സാധനം, ഒരു ഗോളം. അതിന്റെ 4 ഭാഗത്തും കാറ്റ്, കാറ്റിന്റെ 4 ഭാഗത്തും കുറെ ആകാശം. അതിനൊക്കെ അപ്പുറത്ത്, നക്ഷത്രങ്ങൾക്കും അപ്പുറത്താണ് ഈ സ്വർഗം. സ്വർഗം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് സ്വർഗവും ഒരു ഭാഗത്ത് ഭൂമിയും, അതിന്റെ രണ്ടിന്റെയും ഉള്ളിലുള്ള ആ അന്തരീക്ഷം എന്ന് പറയുന്നത് വ്യാപ്തം ത്വയൈകേന, അങ്ങൊരുത്തനാൽ, അങ്ങൊരൊറ്റ ഒരുത്തനാൽ വ്യാപ്തം. ഭൂമി മുഴുവനും, അന്തരീക്ഷം മുഴുവനും, സ്വർഗം മുഴുവനും എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നു അങ്ങയുടെ വ്യക്തിത്വം. ദിശശ്ച സർവാഹ, 8 ദിക്കുകളും അങ്ങയാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒന്നും ബാക്കിയില്ല. ഞാൻ നോക്കുമ്പോ അങ്ങയുടെ വിശ്വരൂപം തന്നെ സർവ്വദിക്കിലും, ഭൂമിയിൽ മുഴുവൻ തീർച്ചയായും. അവിടുന്ന് അങ്ങോട്ട് സ്വർഗത്തിലും ഉണ്ട്, അന്തരീക്ഷത്തിലും ഉണ്ട്, 8 ദിക്കുകളിലും അങ്ങ് തന്നെ. ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ദൃഷ്ട്വാദ്ഭുതം രൂപം ഉഗ്രം തവേദം. അങ്ങയുടെ ഈ അദ്ഭുതമായിരിക്കുന്ന രൂപം, അതിനെന്താ ഒരു വിശേഷം? ഉഗ്രം. ഇത് സൗമ്യമല്ല, സുന്ദരമല്ല. കല്യാണം, ആ കല്യാണകാരിയാണെന്ന് പറയുവയ്യ. ഉഗ്രമൂർത്തിയാണ്, ഉഗ്രമൂർത്തി. എല്ലാറ്റിനെയും ഇതാ തപിപ്പിക്കുന്നു, ദഹിപ്പിക്കുന്നു, ചുട്ടു നീറ്റാണ് എല്ലാറ്റിനെയും. സർവ്വതിനെയും വിഴുങ്ങാനും വെണ്ണീറാക്കാനും തയ്യാറായിട്ട് നിൽക്കുകയാണെന്നാ തോന്നുക. ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. അല്ലേ മഹാത്മൻ കൃഷ്ണ? 3 ലോകവും ഇതാ പ്രവ്യഥിതം, വളരെയധികം വേദനിച്ച് വെന്തുരുകയാണ് ഈ വിശ്വരൂപം കണ്ടിട്ട്. ഇങ്ങനെ ഒരു വിശ്വരൂപം കാണാൻ പോണോ? നിങ്ങൾക്കൊക്കെ വേണോ? എങ്ങനെയാ എനിക്ക് അറിയില്ല. ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. അമീഹി ത്വാം സുരസംഘാ വിശന്തി കേചിദ്ഭീതാഃ പ്രാഞ്ജലയോ ഗൃണന്തി. സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. എന്ത് കണ്ടാലും പരിഭ്രമിക്കാനില്ല. ഈ ലോകം നമ്മളാരും രചിച്ചതല്ല, നമ്മളിവിടെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ ശ്വാസം പോലും പ്രവർത്തിക്കുന്നത് നമ്മളുടെ മിടുക്കുകൊണ്ടല്ല. അപ്പൊ നമുക്കൊരു ശരീരമുണ്ടാക്കി അതിൽ ഇന്ദ്രിയങ്ങളെയൊക്കെ വെച്ച് പിടിപ്പിച്ച് ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാനുള്ള ഘടന മുഴുവൻ ഉണ്ടാക്കി, രക്തസഞ്ചാരം, വായുസഞ്ചാരം, ഭക്ഷണം, വെള്ളം ഇതൊക്കെ ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കുന്ന വിശേഷപ്പെട്ട ഒരു ശക്തിയുണ്ട്. അത് നമ്മളുടെ അല്ല, അതിന് കീഴിലാണ് നമ്മള്. അങ്ങനെ നമ്മൾ അധിവസിക്കുന്ന ഈ ലോകവും ശരീരം എങ്ങനെ നമ്മുടെ അല്ലയോ അതുപോലെ ഈ ലോകവും നമ്മുടെ അല്ല. അങ്ങനെയുള്ള ലോകത്തിൽ എന്ത് നടന്നാലും വന്നാലും പോയാലും പരിഭ്രമിക്കേണ്ട ആവശ്യം എന്താ? ഇത് നമ്മുടെ അല്ലല്ലോ. ഒരു ഭൂമി കുലുക്കമുണ്ടായി, അതിനിപ്പോ എന്താ നമുക്ക് ഉത്തരവാദിത്വം? ഭൂമി കുലുങ്ങി, ഭൂമിയല്ലേ കുലുങ്ങിയത്? നിങ്ങളുടെ വീട് കുലുങ്ങിയില്ലല്ലോ, നിങ്ങളുടെ ശരീരം കുലുങ്ങിയില്ലല്ലോ, ഭൂമിയല്ലേ കുലുങ്ങിയത്. ഹേയ്, ഭൂമി കുലുങ്ങിയത് ശരിയായില്ല, താൻ എന്തോ പിടിച്ച് നിർത്താത്തേന്ന് ആരെങ്കിലും ചോദിക്കോ? ചോദിക്കില്ലല്ലോ. ഭൂമിയല്ലേ കുലുങ്ങിയത്. ഒരു കൊടുങ്കാറ്റുണ്ടായി, അതിന് നമുക്കിപ്പോ എന്ത് വേണം? പേമാരി പുറപ്പെട്ടു, മിണ്ടാണ്ടിരിക്കുന്നേ വഴിയുള്ളൂ. ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലോകം ഒന്നും നമ്മുടെയല്ല. നോക്കൂ എന്താ പറയണത്. അമീഹിത്വാം സുരസംഘാ വിശന്തി. ഈ വിശ്വരൂപത്തിലേക്കാണ് ദേവന്മാരുടെ സംഘം മുഴുവനും വന്ന് പ്രവേശിക്കുന്നത്.
കേചിത് ഭീതാഹ പ്രാഞ്ജലയോ ഗൃണന്തി. ചില ആൾക്കാർ മാത്രം പേടിച്ച്, ഈ വിശ്വരൂപത്തിൽ പേടിക്കാൻ എന്തുണ്ട്? വിശ്വത്തിന്റെ രൂപം വിശ്വരൂപം, അതിൽപ്പെട്ടതാണ് എല്ലാം. ആ വിശ്വരൂപം നമ്മുടെയല്ല, അതിൽപ്പെട്ടതാണ്. നമ്മൾ അമ്മയെ കണ്ട് പേടിക്കോ, അച്ഛനെ കണ്ട് പേടിക്കോ? പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ വിശ്വരൂപവും വലിയൊരു രൂപം, അതിൽപ്പെട്ട ചെറിയ ഒരു രൂപം നമ്മുടെ ശരീരം, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മനസ്സ്. കേചിത് ഭീതാഹ, എന്നാലും ചിലരെ അജ്ഞാനം കൊണ്ട് അവിവേകത്താൽ പരിഭ്രമിച്ചു വശായി പ്രാഞ്ജലയോ ഗൃണന്തി, കൈ കോർത്തിങ്ങനെ സ്തുതിക്കണു, അയ്യോ അഹോ അഹോ എന്ന് പറഞ്ഞ്. സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാ, അറിവുള്ളവർ, തത്വജ്ഞാനികൾ, മഹർഷികർ, തപോധനന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ അവരെന്ത് ചെയ്യണു? സ്വസ്തീത്യുക്ത്വാ, നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ. കൃഷ്ണൻ ഒരു വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമോ കാര്യമോ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ലതേ വരാനുള്ളൂ, അണയാനുള്ളൂ. അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളാരും ആവശ്യപ്പെട്ടിട്ടോ തെറ്റ് ചെയ്തിട്ടോ ഉണ്ടാവുന്നതല്ല. അതൊരാവശ്യം. അർജുനൻ ചോദിച്ചു, കാണിച്ചു കൊടുത്തു, അതിനിപ്പോ എന്താ? ഒരു തെറ്റുമില്ല, നടന്നോട്ടെ. മഹർഷി സിദ്ധസംഘാഹ, അറിവുള്ളവർ, മഹർഷിമാർ, സത്വഗുണമൂർത്തികൾ, ശാന്തസുന്ദരമായി ജീവിക്കുന്നവർ, മനസ്സിൽ ഒരു വിധത്തിലുള്ള കാമമോ ക്രോധമോ ഇല്ലാതെ, വെറുപ്പില്ലാതെ, വൈരമില്ലാതെ എല്ലാവരെയും മനസ്സാ അണച്ചു ജീവിക്കുന്നവർ, വത്സല ഹൃദയന്മാർ, അവരെല്ലാവരും സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാ, അവരൊഴികെ ബാക്കി എല്ലാവരും പേടിച്ചു എന്നാ പറയുന്നത്. ആ മഹർഷിന്മാരും സിദ്ധന്മാരുമായിട്ടുള്ളവർ, അവരുടെ സംഘം മുഴുവനും സ്തുവന്തിത്വാം സ്തുതിഭിഹി പുഷ്കലാഭിഹി, പുഷ്കലമായി, വർണ്ണശബളമായി, മംഗളകരമായിട്ടുള്ള സ്തുതികൾ പലതും പറഞ്ഞ് സ്തുതിച്ച് അങ്ങേ ഇങ്ങനെ സ്തുതിക്കണു. ബാക്കി ചിലർ പേടിക്കണു, ചിലർ വിറയ്ക്കണു. അമീഹിത്വാം സുരസംഘാ വിശന്തി കേചിത് ഭീതാഹ പ്രാഞ്ജലയോ ഗൃണന്തി. സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. രുദ്രാദിത്യാ വസവോ യേ ച സാധ്യാ വിശ്വേശ്വിനൗ മരുതശ്ചോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുരസിദ്ധസംഘാഃ വീക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. ഈ ലോകത്തിൽ മനുഷ്യരല്ലാതെ ഉപരി ജീവികളും ഉപരി ദേവതകളുമൊക്കെ ഉണ്ടല്ലോ. രുദ്രാദിത്യ വസവോ യേ ച സാധ്യ, രുദ്രന്മാർ, ആദിത്യന്മാർ, വസുക്കൾ, സാധ്യന്മാർ, വിശ്വദേവന്മാർ, അശ്വിനികൾ, മരുതശോഷ്മപാശ, പിതൃക്കൾ, മരുത്തുകൾ, ഗന്ധർവയക്ഷാസുരസിദ്ധസംഘാഃ, ഗന്ധർവന്മാർ, യക്ഷ, അസുരന്മാർ, സിദ്ധസംഘങ്ങൾ എല്ലാം തന്നെ വീക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ, എല്ലാവരും വിസ്മയപ്പെട്ട് അങ്ങേ ഇങ്ങനെ കണ്ണു തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഇതെന്താത്? അഹോ അഹോ അത്യാശ്ചര്യം, വിസ്മയാവഹം, ഇതെന്താത്? അഭൂതപൂർവം, ഇവിടുന്ന് അങ്ങടെ എന്താണാവോ എന്നിങ്ങനെ വിസ്മയപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുക. രൂപം മഹത്തേ ബഹുഭക്ത്രനേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ട്വാ ലോകാഃ പ്രവ്യഥിതാസ്തഥാഹം. ഈ ലോകത്തിലുള്ളവർ മുഴുവനും എന്താ ഇത് കണ്ടിട്ട്? രൂപം മഹത്തേ ബഹുവക്ത്രനേത്രം, അങ്ങയുടെ ഈ രൂപം അതിമഹത്താണ്. ബഹുവക്ത്രനേത്രം, അനവധി മുഖങ്ങളാണ്, അനവധി കണ്ണുകളാണ്. ഒരു മുഖവും അതിൽ രണ്ട് കണ്ണൊന്നുമല്ല, അനവധി മുഖങ്ങൾ, എണ്ണിത്തീരില്ല. അതുപോലെ അതിൻ്റെ ഇരട്ടി കണ്ണുകളുമുണ്ട്. മഹാബാഹോ ബഹുബാഹൂരുപാദം, കൈകളും അനവധിയാണ്, കാലുകളും അനവധിയാണ്. ബഹൂദരം, വയറുമുണ്ട് അനവധി. ബഹുദംഷ്ട്രാകരാളം, ഇനി കുറേശ്ശെ ആയിട്ട് ആ ഉഗ്രമൂർത്തി, ആ ഉഗ്രസ്വഭാവം വിവരിക്കുകയാണ്. ബഹുദംഷ്ട്രാകരാളം, ദംഷ്ട്രങ്ങളുണ്ട്, അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഉന്തി നിൽക്കുകയാണ്. കരാളം, വളരെ ഭയപ്പെടുന്നത്. നമ്മുടെ കനൈൻ ടീത്ത് എന്നൊക്കെ പറയൂല്ലോ, ഇങ്ങനെ, അതാണ് ദംഷ്ട്രം. ഇത് കോന്ത്രമ്പല്ല, അതിൻ്റെ അപ്പം.
ദൃഷ്ട്വാ ലോകാഹ, ഇങ്ങനെയുള്ള ഒരു രൂപം കണ്ടാൽ എന്ത് ചെയ്യും? ലോകാഹ ദൃഷ്ട്വാ പ്രവ്യഥിതാസ്തദാഹം, ലോകം മുഴുവനും വല്ലാതെ വേദനിച്ച് നെടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എനിക്കുമുണ്ട് കൃഷ്ണ നടുക്കം, എനിക്കുമുണ്ട് കൃഷ്ണ നടുക്കം. തഥാഹം നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാതാനനം ദീപ്തവിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യഥിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു. നിങ്ങൾ കൂടെ ഉണ്ടോ? നഭസ്പൃശം ദീപ്തമനേകവർണം, ആകാശം തൊട്ട് നിൽക്കുന്നതാണ്. സാധാരണ നമ്മളെല്ലാവരും ഭൂമിയിൽ ഒതുങ്ങി 6 അടി 6.5 അടി പൊക്കാണ് നമുക്ക്. ഇതങ്ങനെയല്ല, ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ആകാശം മുതലാ ആകാശം വരെ തൊട്ട് നിൽക്കണു. നഭസ്പൃശം ദീപ്തമനേകവർണം, ദീപ്തമനേകവർണം. സാധാരണ നമ്മൾ 6, 7 നിറമൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളവരാണ്. ഇവിടെ ഒട്ടനവധി വർണ്ണങ്ങളാണ്. ഇത്രയാന്ന് പറയാൻ പറ്റില്ല. ഒക്കെ ഇങ്ങനെ ചുട്ടുപഴുത്തും മറ്റു പ്രകാരത്തിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുക. ദീപ്തമാണ്. വ്യാതാനനം, വല്ലാതെ തുറന്ന മുഖത്തോടുകൂടി വായോടുകൂടി ദീപ്ത വിശാലനേത്രം, കത്തിജ്വലിക്കുന്നത് പോലെ പ്രഭ ഇങ്ങനെ ചിന്നിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണോ അങ്ങനെ വിരിഞ്ഞിരിക്കണു. സാധാരണ കണ്ണുപോലെയല്ല. വിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം, ഇങ്ങനെ ഒരു മൂർത്തി, ഒരു ഉഗ്രരൂപം കണ്ട് പ്രവ്യഥിതാന്തരാത്മാ, മനസ്സാകെ വിഷമിച്ച് തളർന്ന് പരിഭ്രമിച്ച് ഇളകി മറിഞ്ഞ് വല്ലാതെ വേദനിച്ചു കൊണ്ടിരിക്കുന്നു. ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണോ, ഞാൻ വിചാരിച്ചു ഞാൻ വില്ലാളി വീരനാണ്, അതൊക്കെ തകർന്നു പോയി. അങ്ങയുടെ വാക്ക് കുറെ നേരം കേട്ടപ്പോ സമാധാനവും ശാന്തിയും വന്നപ്പോ വീണ്ടും എന്റെ വീര്യം തിരിച്ചു കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. ഇച്ഛാശക്തിയും മടങ്ങി വന്നു എന്നൊക്കെയാ ധരിച്ചത്. അതൊക്കെ പോയിയപ്പ. ധൃതിം ന വിന്ദാമി, ഒരു ധൈര്യവുമില്ല. കാര്യം ഞാൻ തന്നെയാ പറഞ്ഞത്, വിശ്വരൂപം കാണിച്ചു തരണം, എനിക്ക് അഭിലാഷമുണ്ട്, അങ്ങ് പറഞ്ഞ മാതിരിയുള്ള വിഭൂതികളൊക്കെ ഉള്ളടക്കിക്കൊണ്ട് എന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടണം എന്ന് പറഞ്ഞത് ഞാനാണ്. പ്രത്യക്ഷപ്പെട്ടപ്പോ എനിക്ക് തന്നെ സഹിക്കാൻ വയ്യ, കാണാൻ വയ്യ. എന്റെ മനസ്സൊക്കെ തകർന്നു, തരിപ്പണമായി. ഒരു ഇച്ഛാശക്തിയും അർജുനന്റെ ഉള്ളിലില്ല. അപ്പോ ശമം ച വിഷ്ണു, സമാധാനത്തിന്റെ ഒരു പൊരി, ഒരു കണിക പോലും എനിക്കില്ല. ദംഷ്ട്രാകരാലാനി ച തേ മുഖാനി ദൃഷ്ട്വൈവ കാലാനല സന്നിഭാനി ദിശോ ന ജാനേ ന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. ദംഷ്ട്രാകരാലാനി ച തേ മുഖാനി, ഒരു മുഖമല്ല അനവധി മുഖം. അതിലൊക്കെ ദംഷ്ട്രങ്ങളുണ്ട്, കരാളങ്ങൾ, കോന്ത്രപ്പല്ലുകളുമുണ്ട്. ഇതെല്ലാം കണ്ട് ദൃഷ്ട്വൈവ കാലാനല സന്നിഭാനി, എന്റെ മനസ്സിൽ തോന്നുന്നത് എന്താ, അങ്ങ് കാലാനലനായിരിക്കണമെന്നാ. കാലത്തിന്റെ അവസാനത്തിൽ, ലോകത്തിന്റെ അവസാനത്തിൽ ആ നാശം വരുമ്പോ, സംഹാരകാലം വരുമ്പോ ബടവാഗ്നി, വലിയ അഗ്നി ഉണ്ടാവുന്നത് പോലെ, ആ അഗ്നിജ്വാല പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാലാനല സന്നിഭാനി, അങ്ങയുടെ മുഖം, അങ്ങയുടെ കോന്ത്രമ്പല്ലും ദംഷ്ട്രങ്ങളും എല്ലാം കണ്ട് ദിശോ ന ജാനേ, ഈ പ്രഭാപൂരത്തിന്റെ മുൻപിൽ നിന്ന് നോക്കുമ്പോ ഇവിടെ കിഴക്കുമില്ല, പടിഞ്ഞാറുമില്ല, മോളുമില്ല, ചോടുമില്ല, വലതുമില്ല, ഇടതുമില്ല. ദിശാബോധം എല്ലാം തന്നെ പോയിരിക്കുക. ന ജാനേ ന ലഭേ ച ശർമ്മ, കുറച്ചെങ്കിലും ഒരു സമാധാനമോ ശാന്തിയോ ഒരു സൗമ്യതയോ വേണമല്ലോ, അതൊന്നും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രസീദ ദേവേശ ജഗന്നിവാസ. വിശ്വരൂപം കാണണമെന്ന് പറഞ്ഞത് ഞാനാ, കണ്ടിട്ടുണ്ടായതോ അയ്യോ എനിക്ക് സഹിക്കാനേ വയ്യേ. അതുകൊണ്ട് എന്നിൽ പ്രസാദിക്കണേ, പ്രസാദിക്കണേ. ഞാൻ പറഞ്ഞത് തെറ്റായി, ആ തെറ്റൊക്കെ ക്ഷമിക്കണം. വിശ്വരൂപം കണ്ടിട്ട് എനിക്ക് സന്തോഷവും സാഫല്യവും അല്ല തോന്നുന്നത്, മറിച്ചാണ്. അതുകൊണ്ട് വേഗം എന്നെ രക്ഷിക്കണം. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഃ സർവേ സഹൈവാവനിപാലസംഘൈഃ ഭീഷ്മോ ദ്രോണഃ സൂതപുത്രസ്തഥാസൗ സഹാസ്മദീയൈരവിയോധമുഖ്യൈഃ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി
ദംഷ്ട്രാകരാലാനി ഭയാനകാനി കേചിദ്വിലഗ്നാ ദശനാന്തരേഷു സന്ദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈ. എന്താ ഇവിടെ അർജുനൻ വർണ്ണിക്കുന്നത്? വേദവ്യാസ മഹർഷി എഴുതുന്നത് എന്താ, ധരിപ്പിക്കുന്നത് എന്താ? ഈ ലോകത്തിന്റെ ഗതിയിൽ പലതരത്തിലുള്ള വിഗതികളും ഉണ്ടാവും. സൗമ്യമായി കുറെ കാലം നടന്നാൽ പിന്നെ അതിന് വിരോധമായി വിഷമഘട്ടങ്ങളാകും. പിന്നെ ഒരു ഊഞ്ഞാലാടിയാൽ ഇടത്തോട്ട് എത്ര പോയോ അത്ര വലത്തോട്ടും പോവും. ഒരു പെൻഡുലമായാലും അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗമനം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സൂര്യൻ ഉത്തരായണം, അത് കഴിഞ്ഞാൽ ദക്ഷിണായനം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഈ ലോകം എപ്പോഴും സമാധാനമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാന കേടും ഇവിടെ ഉണ്ടാവും. ആ കേട് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും പെരുമാറ്റം? അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഃ. അങ്ങയുടെ ഈ വിശ്വരൂപം, ഈ ദംഷ്ട്രങ്ങളും കരാളങ്ങളും ദീപ്തനേത്രങ്ങളും എല്ലാമായിട്ടുള്ള ഈ ഉഗ്രരൂപമുണ്ടല്ലോ, ആ ഉഗ്രരൂപത്തിൽ എല്ലാവരും അങ്ങോട്ട് ഓടി വേഗത്തിൽ പ്രവേശിക്കുകയാണ്. മഹാഭാരത യുദ്ധമാണല്ലോ, ഇനി 18 ദിവസം. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഃ സർവേ സഹൈവാവനി ബാലസംഘൈഃ. ജംബൂദ്വീപത്തിൽ ഭാരതവർഷത്തിന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള അനവധി രാജാക്കന്മാർ അവരുടെ സേനയോടുകൂടി വന്ന് 2 പക്ഷത്തിലുമായി അണിനിരന്നിരിക്കുകയാണ്. 45 ലക്ഷം പടയാളികളാണ്. അതിൽ എത്രയെത്ര ആനകൾ, എത്രയെത്ര കുതിരകൾ, എത്രയെത്ര സഹായികൾ, രാജാക്കന്മാർ, ചക്രവർത്തികൾ, അങ്ങനെ എല്ലാവരുമായി പലരും വന്നിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് ഭീഷ്മോ ദ്രോണഃ സൂതപുത്രസ്തഥാസൗ. അതിൽപ്പെട്ടതാണ് ഈ ഭീഷ്മൻ, എന്റെ മുൻപിൽ നിന്നിരുന്ന ഭീഷ്മൻ, അടുത്തുള്ള ദ്രോണൻ, കൃപാചാര്യൻ, ഇങ്ങനെ സർവ്വ ആൾക്കാരും അവിടെ ഉണ്ട്. ആ ഉള്ളവരെല്ലാവരും ഭീഷ്മോ ദ്രോണഃ സൂതപുത്രസ്തഥാസൗ. പ്രത്യേക വൈരത്തോടുകൂടി, മത്സരബുദ്ധിയോടുകൂടി എപ്പോഴാണ് അർജുനനെ നേരിടുക എന്നിങ്ങനെ കൊതിച്ച് നടക്കുന്ന സൂതപുത്രൻ കർണനുണ്ടല്ലോ, ആ കർണനും സഹാസ്മദീയൈരഭിയോധമുഖ്യൈ. അവർ മാത്രമല്ല കൃഷ്ണ, ഞാനും എന്റെ കൂടെ അണിനിരന്നിട്ടുള്ള അസ്മദീയന്മാരും എല്ലാവരും കൂടി വക്ത്രാണി തേ ത്വരമാണാവിശന്തി. അങ്ങയുടെ മുഖങ്ങളിലേക്ക് ഇങ്ങനെ പാഞ്ഞു കയറുകയാണ്, ഈയാമ്പാറ്റ കയറുന്ന മാതിരി. നിങ്ങൾ കേൾക്കണുണ്ടപ്പാ? നിങ്ങളുടെ മനസ്സങ്ങട് വികസിക്കട്ടെ. എപ്പോഴും സമാധാനം എന്ന് പറഞ്ഞിരുന്നാ പറ്റില്ല. വക്ത്രാണി തേ ത്വരമാണാവിശന്തി ദംഷ്ട്രാകരാലാനി ഭയാനകാനി. വളരെ ഭയങ്കരമായിരിക്കുന്ന ദംഷ്ട്രങ്ങളും കരാളങ്ങളുമുള്ള മുഖത്തിലേക്ക് അങ്ങനെ പാഞ്ഞു ഓടി അങ്ങോട്ട് കയറുകയാണ്, സക്ക് ചെയ്തെടുക്കണ മാതിരി. കേചിത് വിലഗ്നാദശരാന്തരേഷു. അങ്ങ് അവരെ എല്ലാവരെയും പിടിച്ച് തിന്നുന്ന മാതിരിയാ തോന്നണത്. അങ്ങനെ പോണ പോക്കില് പല്ലിന്റെ ഇടയില് ചിലരുടെ തലയും കയ്യും തോളും ഒക്കെ പെട്ടിരിക്കുക, ഇടയിൽ പെട്ടിരിക്കണു. കേചിത് വിലഗ്നാദശനാന്തരേഷു സന്ദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈഃ. ഈ തലയും എല്ലാം കൂടി ഉള്ളിൽ പോയി ഈ ദംഷ്ട്രങ്ങളെല്ലാം കൂടി ഇങ്ങനെ ചവിട്ടുമ്പോ ആ തലയൊക്കെ പൊടിഞ്ഞു എന്നിരിക്കണു എന്നാ പറയണേ. നോക്കൂ, ആ വരാൻ പോകുന്ന ആ കാലം, വരാൻ പോകുന്ന യുദ്ധസംഭവങ്ങൾ എങ്ങനെയാണ് മുമ്പിൽ അർജുനൻ കാണുന്നത്? യഥാനദീനാം ബഹവോംബുവേഗാഃ സമുദ്രമേവാഭിമുഖാദ്രവന്തി തഥാ തവാമി നരലോകവീരാഃ വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി. ലോകത്തിൽ സമുദ്രമുണ്ട്. സമുദ്രമാണ് ഭൂമിയുടെ 3/4 ഭാഗവും സമുദ്രമാണ്, വെള്ളമാണ്. ബാക്കിയുള്ളതേ ഭൂമിയുള്ളൂ. ആ ഭൂമിയിൽ പർവ്വതങ്ങളുണ്ട്, കുന്നുകളുണ്ട്, മലകളുണ്ട്. ആ മലകളിൽ നിന്ന് നേരിയ രൂപത്തിൽ ഓരോരോ പുഴകൾ ആരംഭിക്കുന്നു. അത് കാലക്രമത്തിൽ ഇറങ്ങി വരുന്നതോടുകൂടി വലിയ പുഴയായി, ആഴമായി, വിസ്താരമായി, ഒഴുക്കിന് വേഗത കൂടി. അങ്ങനെ അനവധി നദികൾ. യഥാനദീനാം ബഹവോംബുവേഗാഃ. വെള്ളത്തിന്റെ പ്രവാഹം, ശക്തിമത്തായ പ്രവാഹത്തിനെയാണ് നദി എന്ന് പറയുന്നത്. അങ്ങനെ ശക്തമായ പ്രവാഹത്തോടുകൂടി പർവ്വത ശിഖരങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങി സമുദ്രത്തിന് അഭിമുഖമായി ഒഴുകുന്ന നദികളുണ്ടല്ലോ. സമുദ്രമേവാഭിമുഖാദ്രവന്തി.
ആ നദികൾ ഇങ്ങനെ കുതിച്ചു കുതിച്ചിങ്ങനെ പോണത് എവിടേക്കാ? സമുദ്രത്തിലെത്തുന്നവരെ. അവിടെ ചെന്നാൽ അവിടെ നിന്നു, പിന്നെ ഒഴുക്കില്ല. അതുപോലെയാണ് തഥാ തവാമീ നരലോകവീരാ. ഇവിടെ വന്നിട്ടുള്ള നരലോക വീരന്മാർ മുഴുവനും അതേ പ്രകാരം വിശന്തി വക്ത്രാണി അഭിവിജ്വലന്തി. ജ്വലിച്ച് ജാജ്വല്യമാനമായിരിക്കുന്ന അങ്ങയുടെ മുഖങ്ങളിലേക്ക് ഇവരെല്ലാവരും നദി സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് മാതിരി, ഒഴുകിപ്പോകുന്ന മാതിരി ഒഴുകിപ്പോവാണ് മുഖങ്ങളിലേക്ക്. ജഡവസ്തുക്കളെ പോലെ ചേതന വസ്തുക്കളും ഒരുപോലെ അങ്ങനെ ഒലിഞ്ഞും പോണു. ആ മുഖത്തിലേക്കാണ് പാഞ്ഞു കയറുന്നത്. യഥാ പ്രദീപ്തം ജ്വലനം പതംഗാഃ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ. ഇതേതുപോലെ എന്ന് ചോദിച്ചാൽ കൃഷ്ണ എനിക്ക് പറയാനുള്ളത് ഇതാണ്. എവിടെയൊക്കെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നി ഉണ്ടല്ലോ, അഗ്നിനാളങ്ങൾ, അത് കണ്ട് പതംഗങ്ങൾ, ഈയാമ്പാറ്റം മുതലായിട്ടുള്ളതൊക്കെ ഒരു ആർത്തിരമ്പിയാണ് അങ്ങോട്ട് ചെല്ലുക, കുതിച്ചു കയറുകയാണ്. അതുപോലെയാണ് വിശന്തി നാശായ സമൃദ്ധവേഗാഃ. അവരവിടെ പോകുന്നത് എന്തിനാ? ഭക്ഷണം കഴിച്ച് ശരീരത്തിന് പുഷ്ടിമ ഉണ്ടായി ദീർഘകാലം ജീവിക്കാനല്ല, ഒക്കെ നശിക്കാനാണ് പോകുന്നത്. തഥൈവ അതേപോലെ നാശായ വിശന്തി ലോകാഃ. ഈ ലോകം മുഴുവനും നശിക്കാൻ വേണ്ടിയാണ്. തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. അങ്ങയുടെ മുഖങ്ങളിലേക്ക് നശിക്കാൻ വേണ്ടി അതിവേഗം കുതിച്ച് അങ്ങോട്ട് പാഞ്ഞു വരികയാണ്. അവര് വരുന്ന സമയത്ത് അങ്ങ് എന്ത് ചെയ്യണു? ലേലിഹ്യസേഗ്രസമാനഃ സമന്താദ് ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്രാഃ പ്രതപന്തി വിഷ്ണോ. ലേലിഹ്യസേഗ്രസമാനഃ സമന്താദ് ലോകാൻ സമഗ്രാൻ. ഒരു കുരുക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഈ പറയുന്നത്, ഈ ലോകം മുഴുവനും വിശ്വരൂപയുടെ വക്രത്തിലേക്ക് അങ്ങോട്ട് കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പറയുന്നു, ഈ വിശാലമായി അനന്തമായിരിക്കുന്ന പ്രപഞ്ചം, ആ കോശത്തിൽ ബ്ലാക്ക് ഹോൾ, കറുത്ത ചില തുളകളുണ്ട് എന്ന് പറയുന്നു. ആ തുളകളിലേക്ക് ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് കയറുകയാണത്രേ. എത്രത്തോളം സൃഷ്ടി ഉണ്ടാവുന്നുവോ അതിന് സമാന്തരമായി സംഹാരവും ഇവിടെ വേണം. എത്ര പേരിവിടെ ജനിക്കുന്നുവോ അത്ര പേരിവിടെ മരിക്കണം, അല്ലെങ്കിൽ ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല. ഇത് രണ്ടും പരസ്പരം ബാലൻസ് ചെയ്ത് നടക്കേണ്ട പ്രക്രിയകളാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ ലോകം സൃഷ്ടിച്ച് സ്ഥിതി ചെയ്യാൻ മാത്രമുള്ള ഒരു ലോകമാണെന്ന്. ഇവിടെ സൃഷ്ടിസ്ഥിതികൾ നടക്കുന്നത് പോലെ സംഹാരവും നടക്കണം. അങ്ങനെ ബ്ലാക്ക് ഹോളിലേക്ക് പോകുന്ന മാതിരി ഇവിടെ വിശ്വരൂപത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. ലേലിഹ്യസേ ഗ്രസമാനഃ സമന്താദ് ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങളാൽ, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വായുകൾ, ആ വായുകൾ കൊണ്ട് ലേലിഹ്യസേ ഗ്രസമാനഃ സമന്താദ് ലോകാൻ സമഗ്രാൻ. സമഗ്രമായ ലോകങ്ങളെ അത്രയും വായിന്റെ ഉള്ളിലെടുത്ത് ഇങ്ങനെ നാക്കുകൊണ്ട് നക്കി തുടച്ച് എല്ലാറ്റിനെയും വിഴുങ്ങാണ്. അങ്ങ് വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ലോകം മുഴുവനും, ലോകമല്ല ലോകങ്ങൾ മുഴുവനും, ആ മുഴുവനും ലോകങ്ങൾ അങ്ങയുടെ വായിന്റെ ഉള്ളിൽപ്പെട്ടു. തേജോഭിരാപൂര്യ ജഗത് സമഗ്രം. അങ്ങനെ വിഴുങ്ങാൻ വേണ്ടി എന്ത് ചെയ്തു? അങ്ങയുടെ തന്നെ വ്യക്തിത്വത്തിൽ നിന്ന് നിർഗളിക്കുന്ന തേജസ് ഉണ്ടല്ലോ, ആ തേജപുഞ്ചം അത് എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുകയാണ്. നിറഞ്ഞിങ്ങനെ പിടിച്ചു വലിച്ചു വായന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ വിഴുങ്ങുക. ഇതാണ് അവിടെ നടക്കുന്നത്. ഭാസസ്തവോഗ്രാഹ പ്രതപന്തി വിഷ്ണു. അല്ലേ വിഷ്ണു, അങ്ങയുടെ പ്രകാശം, അങ്ങയുടെ പ്രഭാപൂരം ഇങ്ങനെ എല്ലാറ്റിനെയും വിഴുങ്ങി നശിപ്പിച്ച് തന്റെ വായും ചുണ്ടുമൊക്കെ നക്കി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ആഖ്യാഹിമേകോ ഭവാനുഗ്രരൂപോ നമോസ്തുതേ ദേവവരപ്രസീദ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങേ ദേവകീപുത്രൻ യശോദാനന്ദൻ ഒരു കൃഷ്ണനായിട്ടാണ്. ആ കൃഷ്ണന്റെ കൂടെ എനിക്ക് നല്ല ചങ്ങാത്തമുണ്ട്, എന്റെ സ്നേഹിതനാണ്.
അങ്ങനെ പരസ്പരം മൈത്രിയോടുകൂടി തുല്യഭാവത്തോടുകൂടിയാണ് ഞാൻ ഇത്രയും കാലം നടന്നു പോകുന്നത്. ഇപ്പൊ ഞാൻ എന്റെ മുമ്പിൽ കാണുന്നത് ആ കൃഷ്ണനെയൊന്നുമല്ല. ആ കൃഷ്ണൻ പമ്പ കടന്നു, അവിടെ മറഞ്ഞുപോയി. ആ സ്ഥാനത്ത് നിൽക്കുന്നത് ലോകത്തെ മുഴുവനും തപിപ്പിക്കുന്ന, എല്ലാറ്റിനെയും ഗ്രസിച്ചു വിഴുങ്ങി നക്കിത്തുടയ്ക്കുന്ന ഒരു വിശേഷപ്പെട്ട വക്രവും മുഖവുമൊക്കെയാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ഒരു ഭയാനക രൂപം, ഒരു വിശ്വരൂപം, വിശ്വാതീത രൂപം, ഇതെന്താപ്പാത് എനിക്ക് മനസ്സിലാവണില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, ആഖ്യാഹിമേകോ ഭവാനുഗ്രരൂപോ, ഈ ഉഗ്രരൂപിയായിരിക്കുന്ന അങ്ങ് ആരാണ് എന്ന് സ്വയം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരൂ. എനിക്ക് കണ്ടാൻ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമോസ്തുതേ ദേവവരപ്രസീദ. എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. ദേവവരപ്രസീദ. അങ്ങ് മനുഷ്യനൊന്നുമല്ല, ദേവകി കൃഷ്ണനല്ല, യശോദാനന്ദനുമല്ല. അങ്ങ് ദേവവരനാണ്, ദേവന്മാരിൽ വെച്ച് പ്രഥമനാണ്. അങ്ങയുടെ ജന്മം ഈ ഭൂലോകത്തൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ദേവവര പ്രസീദ, എന്നിൽ പ്രസാദിക്കണേ. വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം. അങ്ങയുടെ തുടക്കം എവിടുന്ന്? ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ച ഒരു കൃഷ്ണൻ ഒന്നും ഇങ്ങനെയൊക്കെ ആവില്ല. അതുകൊണ്ട് അങ്ങയുടെ തുടക്കം എന്ത്, ആദ്യം എന്ത്? വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തപ പ്രവൃത്തി. മറ്റേ കൃഷ്ണനെ പറ്റി എനിക്കറിയാം. ഇപ്പൊ എന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ഈ വിശ്വരൂപിയെ എനിക്കറിയില്ലേ. അതുകൊണ്ട് അങ്ങ് ആരാണ്, എന്താണ്, എന്തിനാണ്, എന്താ പുറപ്പെട്ടിരിക്കണേ, ഇതൊന്നും എനിക്ക് അറിയില്ല. ഈ വിശ്വരൂപം കാണിച്ചത് തന്നെ എന്തിനാണാവോ? അങ്ങയുടെ പ്രവൃത്തി ഒന്നും എനിക്ക് അറിയില്ല, എനിക്ക് വേണ്ടതുപോലെ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് പ്രണമിച്ച് ഒരുവിധം ശാന്തനായി കീഴടങ്ങിയതുപോലെയാ. ആഖ്യാഹിമേകോ ഭവാനുഗ്രരൂപോ നമോസ്തുതേ ദേവവരപ്രസീദ. വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ഭഗവാന്റെ മുൻപിൽ നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ആ ഭാഗത്തിൽ നിന്ന് ക്ഷമയ്ക്ക് ഒരു കുറവും വരില്ല. അർജുനൻ ആവശ്യപ്പെട്ടു വിശ്വരൂപം കാണിച്ചു കൊടുക്കാൻ, കാണിച്ചു കൊടുത്തു. ആ വിശ്വരൂപം എന്തു പറഞ്ഞിട്ടാണാവോ ആവശ്യപ്പെട്ടത്, അതവിടെ ഇരിക്കട്ടെ. കൃഷ്ണൻ ഒരു ഉദ്ദേശമുണ്ട്. ഈ നടക്കാൻ പോകുന്ന യുദ്ധം മുഴുവനും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത് അർജുനനെ ചൊല്ലി നടക്കുന്നതല്ല. ലോകത്തിന്റെ നിലനിൽപ്പ് ഭദ്രമാവാൻ വേണ്ടി പ്രകൃതി തന്നെ ആസൂത്രണം ചെയ്ത് ആനയിച്ചിട്ടുള്ള യുദ്ധമാണിതില്. അതിൽ അർജുനന് പ്രത്യേകം ഒരു കർത്തൃത്വമോ ഒരു ഭോക്തൃത്വമോ ആവശ്യമില്ല. അതിൽ നിന്ന് ഒതുങ്ങി നിന്ന് ഒരു വിനയത്തോടു കൂടി പ്രവർത്തിക്കുക മാത്രമേ വേണ്ടൂ. എന്തെങ്കിലും വേണമെങ്കിൽ കൂടെ ഞാനുണ്ട് സഹായിക്കാൻ. എന്റെ സഹായത്തോടു കൂടി വേണ്ടതൊക്കെ ഞാൻ നേടിയെടുത്തോളാം. അതൊന്നും മനസ്സിലാക്കാതെ അഹങ്കാരത്തിനും ഗർവിനും അഭിമാനത്തിനും പരിഭ്രമത്തിനും വിധേയമായി വല്ലാതെ ഇങ്ങനെ തളരുന്നതിൽ അർത്ഥമില്ല. അത് മനസ്സിലാക്കി കൊടുക്കണം. വേണ്ടി വന്നാൽ അല്പം ഉഗ്രതയോടുകൂടി എന്ന് വിചാരിച്ചിട്ടാണ് വിശ്വരൂപം കാണിച്ചത്. ഇങ്ങനെ പറഞ്ഞപ്പോ കൃഷ്ണന് അതിനും തക്ക പ്രതികരണം തന്റെ ഭാഗത്ത് നിന്ന് നീട്ടിക്കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ശ്രീ ഭഗവാൻ ഉവാച, എന്നിട്ട് പറയാണ്, എന്താ ഈ വിശ്വരൂപം ഞാൻ കാണിച്ചതെന്നറിയോ? കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഹൃദയവിത്വാം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാഃ പ്രത്യനീകേഷു യോധാഃ. അർജുനൻ ഒരുപക്ഷെ മനസ്സിലാക്കി കാണില്ല. ഞാൻ തേരാളിയുടെ രൂപത്തിൽ വിളിച്ചപ്പോ ഇവിടെ വന്നത് എന്തിനു വേണ്ടിയിട്ടാ? വെറുതെ സാക്ഷിയായി നിന്റെ കൂടെ ഓടി നടക്കാൻ വന്നതല്ല. ഈ ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കണം, ഭൂമിയുടെ ഭാരം കുറയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്റെ അവതാരം തന്നെ. ബ്രഹ്മാവ് ആവശ്യപ്പെട്ടിട്ടാ ജനിച്ചത്. എന്തിനു വേണ്ടി? ഭൂമിക്ക് സഹിക്കാൻ പറ്റാത്ത ദുഷ്ടഭാരം ആയിക്കഴിഞ്ഞു. ആ ദുഷ്ടന്മാരെ മുഴുവനും കൊല്ലണം, കൊന്നൊടുക്കണം. അത് സാധാരണ ആരും വിചാരിച്ചാൽ പറ്റില്ല. അപ്പൊ ഞാൻ തന്നെ പുറപ്പെട്ടു കളയാമെന്ന് വിചാരിച്ചു. ഈ മഹാഭാരതം യുദ്ധം അല്ലാത്ത യുദ്ധങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നരകാസുരനെ വധിച്ചു, ജരാസന്ധനോട് നേരിട്ടു, പലതരത്തിലുള്ള അടവുകളും സൂത്രങ്ങളും എല്ലാം പ്രയോഗിക്കേണ്ടി വന്നു. അപ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പൊ മാത്രമല്ല, വാസ്തവത്തിൽ ഞാൻ കാലോസ്മി, ഞാൻ കാലമാണ്. ഇല്ലാത്തത് ഉണ്ടാക്കുന്നതും ഉള്ളതിനെ നശിപ്പിക്കുന്നതും
ഉള്ളതിൽ എന്തെല്ലാം പരിവർത്തനം വരുത്തണമോ ആ വരുത്തുന്നതുമാണ് കാലം. ലോകക്ഷയകൃത് പ്രവൃദ്ധോ, ഈ ലോകത്തിന്റെ കാര്യമായ ഒരു ഭാഗത്തെ തന്നെ ക്ഷയിപ്പിക്കണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി പ്രവൃദ്ധനായിരിക്കുകയാണ് ഞാൻ. ഈ പടയാളികളെ മുഴുവനും ഇവിടെ കൊണ്ടുവന്നത് എളുപ്പല്ല. നീണ്ടു നിൽക്കുന്ന വൈരം അതിന്റെ പിന്നിലുണ്ട്. ദുര്യോധന്റെ മനസ്സിലുള്ള വൈരം ആളിക്കത്തി നിങ്ങളെ 12 കൊല്ലം കാട്ടിലേക്ക് പറഞ്ഞയച്ച് തിരിച്ചു വന്ന് രാജ്യം ചോദിച്ചാ കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവസാനം ജംബൂദ്വീപത്തിൽ എല്ലായിടത്തും ആൾക്കാരെ, സന്ദേശകന്മാരെ പറഞ്ഞയച്ച് എത്രയും പടയാളികളെയും രാജാക്കന്മാരെയും തന്റെ ഭാഗത്ത് നിർത്താൻ പറ്റുമോ അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് തെളിച്ച് ദാ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കാലശക്തി ഞാനാണ്. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ, ഈ ലോകത്തിനെ മുഴുവൻ ക്ഷയിപ്പിക്കാൻ വേണ്ടി വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ഞാൻ. ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത, നിനക്കൊരു സംശയവും വേണ്ട. ഈ ലോകത്തിനെ മുഴുവൻ സമാഹരിക്കുക, സംഹരിക്കുക, അതാണ് എന്റെ ഉദ്ദേശം. ആരെയാ ഞാൻ സംഹരിക്കാൻ പോണത്? സംഹാരത്തിന് വേണ്ടി ഇവിടെ വന്നവരെ മാത്രമേ സംഹരിക്കുള്ളൂ. മഹാഭാരത യുദ്ധത്തിൽ ഒരു സമയത്തും യുദ്ധഭൂമി വിട്ട് പുറത്തുപോയി ആരെയും കൊന്നിട്ടുമില്ല, കൊല്ലാൻ ഉദ്ദേശിക്കണമില്ല. ആരെല്ലാം പടയാളികളായി ഞങ്ങളിതാ പട ചെയ്യും, ഞങ്ങൾ നേരിടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് നീങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്വയം നേരിടാൻ ഉദ്ദേശിക്കുന്നുവോ അവരെ മാത്രമേ നേരിടുന്നുള്ളൂ. ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ഹൃദയേപിത്വാം ന ഭവിഷ്യന്തി സർവേ ഏവസ്ഥിതാഃ പ്രത്യനീകേഷു യോധാഃ. നീ ഒരിക്കലും വിചാരിക്കരുത് വില്ലാളി വീരനായ ഞാൻ പാർത്ഥൻ ഗാണ്ഡീവമെടുത്ത് എമ്പാടും ചുറ്റി നടന്ന് പടപൊരുതിയാൽ മാത്രമേ ഈ യുദ്ധം പരിസമാപിക്കുള്ളൂ എന്ന്. നീ ഇല്ലാതെയും ഈ മഹാഭാരത യുദ്ധം നടക്കും. നീ ഇപ്പൊ അതിന് നിൽക്കണു എന്നുള്ളതൊരു ശരിയാണ്. അർജുനൻ ഇല്ലെങ്കിലും ഈ മഹാഭാരത യുദ്ധം നടക്കാൻ പോണു. ദുര്യോധനെയും കൂട്ടരെയും ഇവിടെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉപരിനിശ്ചയമാണ്. ആ നിശ്ചയം നടപ്പിലാക്കാൻ വേണ്ടി ഉഗ്രരൂപത്തിൽ കാലം പ്രവർത്തിക്കുന്നതാണ്. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ, അതുകൊണ്ട് എന്റെ പൊന്നർജുന, തസ്മാത്വമുത്തിഷ്ഠ, എഴുന്നേൽക്കൂ, യശോ ലഭസ്വ, നിനക്ക് വിധിച്ചിട്ടുള്ള കീർത്തി ഇഷ്ടം പോലെ സമ്പാദിക്കൂ. ജിത്വാ ശത്രുൻ, ശത്രുക്കളെ മുഴുവൻ ജയിക്കൂ. ഭുങ്ക്ഷ്വരാജ്യം സമൃദ്ധം, സമൃദ്ധമായിരിക്കുന്ന രാജ്യം അനുഭവിക്കൂ. ക്ഷത്രിയന്മാർക്കും രാജാക്കന്മാർക്കും വിധിച്ചിട്ടുള്ളതാണ് സിംഹാസനത്തിലുള്ള ഇരിപ്പും രാജ്യം പരിപാലിക്കലും പ്രജകളുടെ ക്ഷേമം ഭദ്രത ഉറപ്പുവരുത്തലും. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വരാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാഃ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. കാലരൂപത്തിൽ ഞാൻ ഇവരുടെ എല്ലാം പ്രാണൻ ഒടുക്കി കഴിഞ്ഞിരിക്കുന്നതാണ്. നീ പേരിന് മാത്രം കടലാസിൽ തീ കൊടുക്കണമായിരി, പടത്തിൽ തീ കൊടുക്കണമായിരി യുദ്ധം ചെയ്താൽ മതി. വെറും നിമിത്തമായിട്ട് ഇവിടെ നിൽക്കൂ. നീ ഇല്ലാതെയും ഈ പട നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്വല്പമെങ്കിലും പേടിക്കണ്ട. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനപി യോധവീരാൻ മയാ ഹതാംസ്ത്വം ജഹിമാ വ്യധിഷ്ഠാഃ യുദ്ധസ്വജേതാസി രണേ സപത്നാൻ. ദ്രോണൻ, ഭീഷ്മൻ, ജയദ്രഥൻ, കർണൻ, അതുപോലെ അനവധി ബാക്കിയുള്ള യോധവീരന്മാർ എല്ലാവരും മയാ ഹതാൻ, ഞാൻ അവരെയൊക്കെ കൊന്നു കഴിഞ്ഞിരിക്കണു. ത്വം ജഹിമാ വ്യധിഷ്ഠ, എന്നാലും പേരിന് മാത്രം നീ മൂലം ഈ യുദ്ധം നടന്ന് ജയിച്ചു എന്നുള്ള പേര് നീ സമ്പാദിക്ക്. യുദ്ധസ്വ, യുദ്ധം ചെയ്തോളൂ. ജേതാസി, ജേതാവായി തീരൂ. രണേ സപത്നാൻ, അവരെ എല്ലാവരെയും ജയിക്കണം. ഈ സപത്നന്മാര് ഒറ്റ ആളെ ജയിക്കാൻ അനുവദിക്കരുത്. എതിർപക്ഷത്തിലുള്ളവരെ നിങ്ങളുടെ ഭാഗത്തിൽ നിന്നും പലരും മരിച്ചു പോകും. 45 ലക്ഷം പടയാളികളിൽ എല്ലാം കൂടി 10 പേരെ ബാക്കി വന്നുള്ളൂ. മറ്റെല്ലാവരും മരിച്ചുപോയി. ഇത് നടക്കാൻ പോകുന്ന ഒരു നാടകമാണിത്. അത് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കാലരൂപത്തിൽ
അത്യുഗ്ര രൂപത്തിൽ, ലോകത്തിനെ സംഹരിക്കുന്ന രൂപത്തിൽ ഈ വിശ്വരൂപം ഞാൻ നിനക്ക് കാണിച്ചു തന്നത്. ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനഃ കിരീടീ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീതഭീതഃ പ്രണമ്യ. ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിഃ വേപമാനഃ കിരീടീ. കൃഷ്ണന്റെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് കൃതാഞ്ജലിഃ, അഞ്ജലിബദ്ധനായി അർജുനൻ വേപമാനഃ, വിറച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ വറ ഭീഷ്മനെയും ദ്രോണനെയും കണ്ട് പാപഭയം കൊണ്ട. ഇപ്പോഴത്തതോ വേറെ ഒരു തരത്തിലാ. നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീതഭീതഃ പ്രണമ്യ. ആ വിശ്വരൂപത്തിന്റെ മുൻപിൽ കൃഷ്ണൻ സംസാരിച്ചപ്പോ വിശ്വരൂപം എന്നുള്ള ആ പ്രതീതി മാറി. എന്റെ കൃഷ്ണനാണ് സംസാരിക്കുന്നത് എന്ന് തോന്നി. ആ കൃഷ്ണനെ നമസ്കരിച്ച് പിന്നെയും തനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇത് മുഴുവനും എടുക്കാൻ എനിക്ക് സമയമില്ലല്ലോ. ഇന്നിപ്പോ നമുക്ക് അവസാനത്തെ ദിവസമാണ്. ഇവിടുന്ന് അങ്ങോട്ട് 1-2 ദിവസം ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കണം. അവിടുന്ന് അങ്ങടാണ് അർജുനൻ ഈ വിശ്വരൂപം കാണിച്ചു കൊടുത്ത കൃഷ്ണനെ സ്തുതിച്ച് കുറേ ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്തിയ ജഗത്പ്രഹൃഷ്യത്യനുരജ്യതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഈ ഒരു ശ്ലോകത്തിന് വളരെ വിശേഷ. ഇതിനെ ഗീതാ തൃഷ്ടുപ് എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പരിഹാരകർമ്മങ്ങൾ, പല വിധത്തിലുള്ള ബാധകളും ദേവതകളും ഒക്കെ ഉണ്ടല്ലോ, ദുർമൂർത്തികള്, അങ്ങനെ പലതും വന്നത് ഒഴിവാക്കാൻ വേണ്ടി തിലഹോമം ചെയ്യാൻ ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ഒരു മന്ത്രമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്തിയ ജഗത്പ്രഹൃഷ്യത്യനുരജ്യതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി. രക്ഷസുകളും അതുപോലെ ബാക്കി കൂടിച്ചേർന്നവരെല്ലാവരും തന്നെ പേടിച്ച് ഓടിപ്പോണു, പലായനം ചെയ്യുന്നു. സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. സിദ്ധന്മാര് മാത്രമേ നമസ്കരിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് ഓടിപ്പോവാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു സ്തുതിയാണ്. സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്തിയ ജഗത് പ്രഹൃഷ്യത്യനുരജ്യതേ ച. ലോകം മുഴുവനും അങ്ങേ പ്രകീർത്തിച്ച് സന്തോഷിക്കുകയാണ്. എന്നാലോ ദുർമൂർത്തികളും ദുഷ്ടന്മാരും ആ വകുപ്പിൽപ്പെട്ടവരെല്ലാം പേടിച്ച് ഓടിപ്പോണു. നല്ല മനുഷ്യര് സ്തുതിച്ച് നമസ്കരിക്കണു. അങ്ങനെ വിശേഷപ്പെട്ട ഒരു രൂപമാണ്. കസ്മ്യാച്ചതേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത് തത്പരം യത്. ഇങ്ങനെ കുറേ സ്തുതിച്ച് ഈ വിശ്വരൂപം കണ്ട് ഞാൻ പരിഭ്രമിച്ചു വശായി, പേടിച്ചു, തളർന്നു. കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദുർനിരീക്ഷം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ഇങ്ങനെയുള്ള ഉഗ്രമായിരിക്കുന്ന രൂപം കണ്ട് ഞാൻ പേടിച്ച് തളർന്നുല്ലോ. എനിക്ക് ഈ രൂപം കാണാൻ വയ്യ. അതുകൊണ്ട് ഇത് പിൻവലിച്ച് അങ്ങ് എനിക്ക് കോമളമായി ഹൃദ്യമായി കണ്ട് സന്തോഷിക്കാൻ പറ്റിയ തരത്തില് ആ ചതുർഭുജധാരിയായിരിക്കുന്ന കോമള രൂപം കാണിച്ചു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആര്? അർജുനൻ. അത് കേട്ടപ്പോ കൃഷ്ണൻ എപ്പോഴും ഒരുപോലെയാണല്ലോ. ശ്രീ ഭഗവാനുവാച മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം. നിന്റെ പേരിലുള്ള സന്തോഷം, പ്രത്യേക വാത്സല്യം, തൃപ്തി, ആ അടുപ്പം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു വിശ്വരൂപം നിനക്ക് കാണിച്ചു തന്നത്. ഇതിനു മുമ്പ് ഒരാൾക്കും ഇത് കാണാൻ സാധിച്ചിട്ടില്ല, കാട്ടിയിട്ടുമില്ല. ഞാൻ തന്നെ വിശ്വരൂപം കാണിച്ചിട്ടുണ്ട് 1-2 അവസരത്തിൽ. അതൊന്നും ഇതുപോലെയുള്ള ഒരു വിശ്വരൂപമായിരുന്നില്ല. തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം. അർജുന, നീയല്ലാതെ ഒരാളും ഇതിനു മുൻപ് ഇത് കണ്ടിട്ടില്ല. ഈ വിശ്വരൂപം കാണുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. ന വേദയജ്ഞാധ്യയനൈർന ദാനൈഃ ന ചക്രിയാഭിർന തപോഭിരുഗ്രൈഃ
ഏവം രൂപശക്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരുപ്രവീര. ലോകത്തിൽ ധാരാളം പേര് വേദം പഠിച്ചു ചൊല്ലി വേദാധ്യയനത്തോടുകൂടി അങ്ങനെ കാലം നടത്തുന്നവരുണ്ട്. അതുമാതിരി യജ്ഞവും ദാനവും ഒക്കെ ചെയ്യുന്നവരുണ്ട്. പല വിധത്തിലുള്ള വൈദിക കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും തപസ്സനുഷ്ഠിക്കുന്നവരുമുണ്ട്. അതുകൊണ്ടൊന്നും ഇങ്ങനെയുള്ള ഒരു രൂപം കാണാൻ ഒരാൾക്കും സാധിക്കില്ല. മാദേവ്യഥാ മാച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമീദൃങ്മമേദം. നീ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും പേടി വന്നു എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ രൂപം പിൻവലിച്ചു കളയാം എന്ന് പറഞ്ഞ് പിൻവലിച്ച് കോമള രൂപം കാണിച്ചു കൊടുത്തു. അത്രേ. ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യവപുർമഹാത്മാ. ഇങ്ങനെ പറഞ്ഞ അർജുനനെ സമാധാനിപ്പിച്ച് ഉഗ്രരൂപം പിൻവലിച്ചു. പെട്ടെന്ന് തന്നെ കോമള രൂപം കാണിച്ചു കൊടുത്തു. അത് കണ്ടിട്ട് അർജുനൻ പറയാണ്, ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീമസ്മി സംവൃത്തഃ സചേതാഃ പ്രകൃതിം ഗതഃ. ഈ സൗമ്യ രൂപം കണ്ട് എനിക്ക് സമാധാനമായി. എന്റെ നെടുവീർപ്പൊക്കെ പോയി, തളർച്ചയൊക്കെ മാറി, വിറച്ചലും മാറി. എനിക്ക് മനസ്സിന് സമാധാനം കിട്ടി. അത് കേട്ടിട്ട് കൃഷ്ണൻ പറയാണ്, സുദുർദർശമിതം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ. ഞാൻ നിനക്ക് കാണിച്ചു തന്ന രൂപമുണ്ടല്ലോ, ഇത് വളരെ വളരെ അപൂർവം അല്ലെങ്കിൽ അഭൂതപൂർവമാണ്. ദേവന്മാർ പോലും ഇത് കാണാൻ ഉത്സുകന്മാരാണ്, വളരെയധികം കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെപ്പോഴും ഇത് കാണണമെന്ന് വിചാരിക്കുന്നവരാ. ഈ രൂപം കാണാനായിട്ട് എന്തു വേണം എന്ന് ചോദിച്ചാൽ അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഭക്തിയാത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഈ രൂപം വേണ്ടതുപോലെ കണ്ടു മനസ്സിലാക്കി അതിൽ ആസ്വാദനം തോന്നി അത് നമുക്കൊരാശ്രയമായി തീരണം എന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. ഭക്തിയാതു അനന്യയാ ശക്യ. ഭക്തി എന്ന് പറയുന്ന ആ രണ്ടക്ഷരം, ആ ഭാവം അനന്യമായിരിക്കുന്ന ഭക്തി, ഇടതടവില്ലാതെ ഇളക്കമില്ലാതെ ചാഞ്ചല്യമില്ലാത്ത ഭക്തിയുണ്ടല്ലോ, നിഷ്കളങ്കം. ആ ഭക്തി മാത്രമേ ഈ രൂപം കാണാൻ സഹായിക്കൂ. അങ്ങനെ ഭക്തിയുള്ളവർക്കോ എന്തു സാധിക്കും? ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും. ഇതൊക്കെ വളരെ നല്ല പോലെ പറയേണ്ട ഭാഗങ്ങളാണ്. അതിനിപ്പോ നമുക്ക് സമയമില്ല. ആദ്യമായിട്ട് ഈ വിശ്വരൂപത്തിനെ പറ്റി ഒന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞാൽ നേരിട്ട് കാണും. കണ്ടതിന് ശേഷം അതിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും താത്വികമായി. മത്കർമ്മകൃത് മത്പരമഃ മദ്ഭക്തഃ സംഗവർജിതഃ നിർവൈരഃ സർവഭൂതേഷു യസ്സ മാമേതി പാണ്ഡവ. വിശ്വരൂപം കാണിച്ചതും കണ്ടതും ഒക്കെ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിന് മുൻപ് നടന്ന സംഭവമാണ്. അതോടുകൂടി നമുക്ക് ഒരു ബന്ധവുമില്ല. നമുക്ക് ബന്ധമുള്ളത് എന്താ? ഈ പറയുന്നതാണ്. മത്കർമ്മകൃത്, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യൂ, എല്ലാ കർമ്മങ്ങളും. മത്പരമഃ, ഞാൻ ജീവിതത്തിൽ പരമമാവട്ടെ, എന്നെ കഴിച്ചേ ബാക്കി എന്തും ഉണ്ടാവാവൂ. മദ്ഭക്തഃ, എന്റെ ഭക്തനായി തീരൂ. നിങ്ങൾ ഭക്തി പരിശീലിക്കല്ല വേണ്ടത്. എന്ത്? നിങ്ങൾ ഭക്തി പരിശീലിക്കല്ല വേണ്ടത്, ഭക്തനാവുകയാണ് വേണ്ടത്. ഒരു ദിവസം പറയൂ ഞാൻ ഭഗവാന്റെ ഭക്തനാണെന്ന്. ആ ഭക്തനങ്ങട് ആയാൽ എത്ര തവണയാവും? ഒരു കുട്ടിയെ പെറ്റപ്പോ നിങ്ങൾ എത്ര തവണ അച്ഛനായി? കല്യാണം കഴിച്ചപ്പോ എത്ര തവണ ഭർത്താവോ ഭാര്യയോ ആയി? എന്താ മിണ്ടാത്തെ? അതുപോലെ ഒരൊറ്റ തവണ ഭക്തനങ്ങട് ആവൂ. മദ്ഭക്ത സംഗവർജിത, ഒന്നിനോടും സംഘമുണ്ടാവരുത്. നിർവൈരഃ സർവഭൂതേഷു, ഒറ്റ എണ്ണത്തിനോട് ഒന്നിനോടും വൈരഭാവം നമ്മുടെ മനസ്സിലുണ്ടാവരുത്. അങ്ങനെയുള്ള മനുഷ്യൻ യഹ സമാമേതി പാണ്ഡവ, ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വരും, എന്നോട് ചേരും, എന്നിൽ ആശ്രയം, എന്നിൽ പൂർണ്ണമായ ലയം എല്ലാം തന്നെ ഉണ്ടായിത്തീരും. മത്കർമ്മകൃത് മത്പരമഃ
മദ്ഭക്തഃ സംഗവർജിതഃ നിർവൈരഃ സർവഭൂതേഷു യസ്സ മാമേതി പാണ്ഡവ എന്ന് പറഞ്ഞാണ് ഈ ഏകാദശം അധ്യായം അവസാനിക്കുന്നത്. അതിൽ ആ വിശ്വരൂപം കാണിച്ച് ആ വിശ്വരൂപത്തിന്റെ വർണ്ണനയാണ് നിങ്ങളോട് പ്രധാനമായി ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള ഭാഗം അത് മുഴുമിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് ഒന്നങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമാണ്. ഇനിയുള്ള ദിവസം ഒരു ദിവസം ഇംഗ്ലീഷിൽ സംസാരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സത്രത്തിന്റെ സമാപനമായി. ആ സമാപനത്തിൽ പതിവിൽ സംസാരിക്കുന്നത് പോലെ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന പാരമഹംസ സംഹിത നമ്മളുടെ മുൻപിൽ എന്താണ് നിവർത്തി തരുന്നത്, ആ ഭാഗവതത്തിലൂടെ നമുക്ക് കിട്ടാനുള്ളതോ ഗ്രഹിക്കാനുള്ളതോ നേടാനുള്ളതോ എന്താ? അത് ക്ലിഷ്ടമാണോ അതോ സുഗമമാണോ? വളരെ കഷ്ടപ്പെട്ട് കിട്ടേണ്ടതാണോ അതോ എളുപ്പത്തിൽ കിട്ടേണ്ടതാണോ? അത് ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഭാഷയോ അതോ അധ്വാനത്തോടുകൂടി ചെയ്ത് എന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ആ ഭാഷയോ? ഇതൊക്കെ ഒന്ന് പരാമർശിച്ചുകൊണ്ട് ഒരു ദിവസം മലയാളത്തിൽ സംസാരിക്കാം. അടുത്ത ദിവസം ഇനി സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാവും. അപ്പൊ ഈ വിശ്വരൂപ ദർശനം എന്ന് പറയുന്ന അധ്യായത്തെ സംബന്ധിച്ച വർണ്ണന വിവരണം എന്നതോടുകൂടി നമുക്ക് പരിസമാപിച്ചു. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നടത്തട്ടെ. ഞാൻ നിർത്താം. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധു കന്യാപദേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്ര കരുണാപാരീണ ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ ജയതി ജയതി ദേവോ ദേവകീ നന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. ഹരി ഓം ഹരി. എല്ലാവരും കൂടി ഓംകാരം. ഓ ഹരി ഓം തസ്.